നമസ്കാരം. ഓണം അടുത്തു വരികയാണ്. ഓണക്കാലത്ത് കേരളത്തിലെ ലക്ഷക്കണക്കിന് അമ്മമാർക്കും അച്ഛന്മാർക്കും ഏറ്റവും വലിയ ആശ്വാസം ക്ഷേമ പെൻഷനാണ്. 2026 ഓണത്തിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് വലിയ അപ്ഡേറ്റുകളും ആശങ്കകളും ഉണ്ട്. ജൂലൈ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഒരുമിച്ച് 4000 രൂപ കിട്ടുമോ? പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ടോ? പ്രവാസി ക്ഷേമ പെൻഷൻ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ എന്നിവയുടെ സ്ഥിതി എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ വിശദമായിട്ടുള്ള ഉത്തരമുണ്ട്. ഓരോ രേഖയും പരിശോധിച്ചും സർക്കാർ ഉത്തരവുകൾ വായിച്ചുമാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർക്കോ ഉപകാരപ്പെടുമെങ്കിൽ അവസാനം വരെ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. 2026 ഓണ പെൻഷൻ. ഓരോ വർഷവും ഓണത്തിന് മുന്നേ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു അധിക തുക നൽകാറുണ്ട്. ഇതിനെയാണ് ഓണ പെൻഷൻ എന്ന് പറയുന്നത്. 2026 സർക്കാർ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ തുക ഒരുമിച്ച് നൽകാൻ ആലോചിക്കുന്നുണ്ട്. അതായത് ഓരോ ഗുണഭോക്താവിനും 2000 + 2000 4000 രൂപ ഒറ്റത്തവണയായി ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. ഈ തീരുമാനം ഓണക്കാലത്ത് വിപണിയിൽ പണമൊഴുക്കുണ്ടാകുന്നതിനും ഗുണഭോക്താക്കൾക്ക് ഓണം ആഘോഷിക്കാൻ സഹായിക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ധനവകുപ്പും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് ഫണ്ട് അനുവദിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സാധാരണ ഓണത്തിന് 10 ദിവസം മുമ്പ്, അതായത് ഓഗസ്റ്റ് അവസാന വാരത്തിലാണ് ഓണ പെൻഷൻ വിതരണം ചെയ്യാറ്. ഈ വർഷം അതേ സമയം തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് വരെ കാത്തിരിക്കണം. പലരും 4000 കിട്ടിയെന്ന വ്യാജ വാർത്ത പ്രചരിക്കുന്നുണ്ട്. അത്തരം വാർത്തകളിൽ വീഴരുത്. സർക്കാരിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ്, പഞ്ചായത്ത് നോട്ടീസ് ബോർഡ് എന്നിവിടങ്ങളിൽ മാത്രം വിവരം പരിശോധിക്കുക. ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ മുടങ്ങാനുള്ള സാധ്യത. അതെ, ജൂലൈ മാസം മുതൽ ചില ഗുണഭോക്താക്കളുടെ പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം സർക്കാർ പുതിയ കർശന പരിശോധന നടത്തുന്നുണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം പേരുടെ കാര്യത്തിലാണ് പ്രശ്നമുള്ളത്. ഒന്നാമത്തെ കാരണം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതാണ്. ക്ഷേമ പെൻഷന് അർഹതയ്ക്ക് കുടുംബവാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. ഇത് തെളിയിക്കാൻ ഓരോ 3 വർഷം കൂടുമ്പോഴും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. പക്ഷേ ഏകദേശം 2 ലക്ഷം പേർ ഇത് സമർപ്പിച്ചിട്ടില്ല. അവരുടെ പെൻഷൻ ജൂലൈ മുതൽ തടഞ്ഞു വെക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാരണം 60 വയസ്സിന് താഴെയുള്ള വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കൾക്കായി ബന്ധപ്പെട്ടതാണ്. ഇവർ ഓരോ വർഷം നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അഥവാ വീണ്ടും വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. ഇത് സമർപ്പിക്കാത്തവരുടെ പെൻഷനും ജൂലൈ മാസം മുതൽ മുടങ്ങും. അതുകൊണ്ട് നിങ്ങളോ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലുമോ ഈ ഭാഗത്തിൽ പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വില്ലേജ് ഓഫീസിൽ പോയി ഈ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക. അവസാന തീയതി ജൂൺ 30. ഇത് കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ പുനഃസ്ഥാപിക്കാൻ മാസങ്ങൾ എടുക്കും. ഇനി പലർക്കും ഒരു സംശയമുണ്ട്, എനിക്ക് മറ്റു വരുമാനമില്ല, പക്ഷേ എൻ്റെ മകൻ ഗൾഫിലാണ്, അവൻ മാസം 50,000 അയക്കുന്നു, ഇപ്പോൾ എൻ്റെ പെൻഷൻ നിർത്തുമോ എന്നുള്ളത്. ഇല്ല, ഒരിക്കലുമില്ല. പെൻഷൻ കണക്കാക്കുന്നത് അപേക്ഷകന്റെ പേരിലുള്ള വരുമാനവും സ്വത്തും മാത്രമാണ്. മക്കൾ അയക്കുന്ന പണം കണക്കിലെടുക്കില്ല. എന്നാൽ അപേക്ഷകന്റെ പേരിൽ 5 ഏക്കറിൽ കൂടുതൽ ഭൂമിയോ കാറോ വലിയ വീടോ ഉണ്ടെങ്കിൽ അർഹത നഷ്ടപ്പെടും. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. പക്ഷെ ആവശ്യമായ രേഖകൾ സമയത്ത് കൊടുക്കണം. ഇനി നമുക്ക് മറ്റ് ചില പ്രധാന പെൻഷനുകളെ കുറിച്ച് കൂടി നോക്കാം. ഒന്നാമത് പ്രവാസി ക്ഷേമ പെൻഷനാണ്. ഗൾഫ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും ജോലി ചെയ്ത് തിരിച്ചു വരുന്ന മലയാളികൾക്കുള്ള പെൻഷനാണിത്. നിലവിൽ ഈ പെൻഷൻ 3 മാസത്തോളം കുടിശ്ശികയുണ്ട്. വിദേശത്ത് ജോലി ചെയ്തവർക്ക് മാസം 3500 രൂപയും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മാസം 3000 രൂപയാണ്. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. കുടിശ്ശിക ഉടൻ നൽകാൻ ധനവകുപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട്. പ്രവാസി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ പെൻഷൻ ലഭിക്കൂ. രജിസ്റ്റർ ചെയ്യാത്തവർ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇനി രണ്ടാമത്തെ പ്രധാന വിഷയം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ്. കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ ലഭിക്കും. എന്നാൽ ഈ ഭാഗത്തിൽ 15 മാസത്തോളം പെൻഷൻ കുടിശ്ശികയുണ്ട്. ബോർഡിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇതിന് കാരണം. നിർമ്മാണ മേഖലയിൽ നിന്നും ബോർഡിലേക്ക് കിട്ടേണ്ട സെസ് പല കമ്പനികളും അടയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് ഫണ്ട് ക്ഷാമം. ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ പ്രതീക്ഷ കൈവിടേണ്ട. സർക്കാർ ഇത് ഗൗരവമായി എടുത്തിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇതിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് വിവരം. ഇനി പെൻഷൻ എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് അറിയാൻ 3 വഴിയുണ്ട്. ഒന്ന്,
ssp.kerala.government.in എന്ന വെബ്സൈറ്റിൽ പോയി ആധാർ നമ്പർ കൊടുത്ത് ട്രാക്ക് ആപ്ലിക്കേഷൻ എന്നതിൽ നോക്കാം. 2 നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുക. 3 പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ പോയി ചോദിക്കുക. പെൻഷൻ വന്നില്ലെങ്കിൽ കാരണം എന്താണെന്ന് അവിടെ പറയും. വരുമാന സർട്ടിഫിക്കറ്റ് ആണ് പ്രശ്നമെങ്കിൽ ഉടൻ അത് ഉണ്ടാക്കി കൊടുക്കുക. ചുരുക്കത്തിൽ 2026 ഓണത്തിന് മുന്നേ ജൂലൈ ഓഗസ്റ്റ് പെൻഷൻ ഒരുമിച്ച് 4000 രൂപ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഔദ്യോഗിക ഉത്തരവ് കാത്തിരിക്കണം. അതേസമയം വരുമാന സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരുടെ പെൻഷൻ ജൂലൈ മുതൽ മുടങ്ങും. അതുകൊണ്ട് അർഹരായവർ ഉടൻ രേഖകൾ ശരിയാക്കുക. പ്രവാസി പെൻഷനും നിർമ്മാണ തൊഴിലാളി പെൻഷനും കുടിശ്ശികയുണ്ട്. സർക്കാർ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു വിവരം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ വിവരം നിങ്ങളുടെ നാട്ടിലെ എല്ലാ പെൻഷൻകാർക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഓണ പെൻഷൻ സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് വരുന്ന ഉടനെ ഞാൻ വീണ്ടും വീഡിയോയുമായിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എല്ലാ മുതിർന്നവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ആർക്കും ഒരു നേരത്തെ ഭക്ഷണം മുടങ്ങരുത്. അതാണ് നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം. നന്ദി, നമസ്കാരം.